Hi all, hearty welcome to our spoken English class. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെന്നും അത് ഹോംവർക്ക് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആര് അല്ലെങ്കിൽ ആരുടെ, ആര് ആരുടെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ആരുടെ വീടാണ്, ഇതാരാണ്, അങ്ങനെ പല പല ആര് അല്ലെങ്കിൽ ആരുടെ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, റെഡിയാകുക. ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ഇടാനും ചെറിയ കമന്റ്സ് ഒക്കെ ഇടാനും ഒന്ന് ശ്രദ്ധിച്ചോളണം. അറിയാൻ പാടില്ലാത്തവർക്ക് നമ്മുടെ ഈ കൊച്ചു ഇംഗ്ലീഷ് ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ആര് എന്നുള്ള ചോദ്യം എങ്ങനെ ചോദിക്കണം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, ആര് എന്നുള്ളതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഹൂ. ഹൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് എപ്പോഴും കിട്ടുന്നത് ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു വ്യക്തി ആരാണോ അതാണ് നമുക്ക് കിട്ടുന്നത് ആൻസർ ആയിട്ട്. അപ്പം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഏറ്റവും ആദ്യമാണ് ഈ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുന്നത് ഹൂ. അതിനുശേഷം നമ്മൾ ഒരു സഹായക ക്രിയ, അപ്പൊ നമുക്ക് ആണ്, ആര് ആണ് എന്നുള്ള ഒരു വാക്ക് ചേർക്കണമല്ലോ, അതിനാണ് നമ്മൾ ആർ, ഹൂ ആർ, അതിനുശേഷം നീ, യു, ഹൂ ആർ യു. നീ ആരാണ് എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലാവുമ്പോഴേക്കും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിട്ട് വരും? ഹൂ ആര്, ആർ ആരാണ്, യു നീ, ആരാണ് നീ, നീ ആരാണെന്നുള്ളത് ആരാണ് നീ എന്നുള്ള ഒരു ഫോമിലായിട്ട് വരും. നിന്റെ അച്ഛൻ ആരാണ്? ഹൂ ഈസ് യുവർ ഫാദർ, ഹൂ ഈസ് യുവർ ഫാദർ. നമ്മൾ നേരത്തെ കണ്ട പോലെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ നോക്കുക. ഹൂ ആദ്യം വന്നു. നേരത്തെ നമ്മൾ ആറാണ് ഉപയോഗിച്ചത്, കാരണം യുവിന്റെ കൂടെ നമ്മളിപ്പോ യു ആർ എന്നുള്ള ചേർക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ആർ ഉപയോഗിച്ചത്. നീ 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 ആരാണെന്ന് അറിയാൻ വേണ്ടി. ഹൂ ആർ യു, അപ്പൊ യുവിന്റെ കൂടെ ആറാണ് ചേർക്കേണ്ടത്. ഇവിടെ നമുക്ക് ഹൂ ഈസ് യുവർ ഫാദർ എന്നാണ് വരേണ്ടത്. കാരണം ഫാദർ എന്ന് പറയുമ്പോഴേക്കും അതൊരു ഒറ്റ വ്യക്തിയാണ്. അപ്പൊ ഫാദർ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ വ്യക്തിയാണ്, തേർഡ് പേഴ്സൺ ആണ്, മൂന്നാമത്തെ ഒരു ആളാണ്. നമ്മളിവിടെ ഇല്ലാത്തൊരു നേർക്ക് നേര് പറയുന്നതല്ല, വേറൊരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈസ് എന്ന് ചേർത്തത്. ഹൂ ഈസ് യുവർ ഫാദർ. അപ്പൊ നമ്മൾ എങ്ങനെ നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഈസ് യുവർ ഫ്രണ്ട്, ഹൂ ഈസ് യുവർ ഫ്രണ്ട്. നിന്റെ കൂടെ ആരാണുള്ളത്? കൂടെ എന്നുള്ള വാക്ക് ഏതാണ്? വിത്ത് എന്നാണ്. അതെങ്ങനെ നമ്മൾ ചോദിക്കണത്? ഹൂ ഈസ് വിത്ത് യു, ഹൂ ഈസ് വിത്ത് യു. നിന്റെ കൂടെ ആരാണ്? ഹൂ ഈസ് വിത്ത് യു. ഓക്കെ, അവിടെ ആരാണ്? അവിടെ, അവിടെ എന്ന് പറയുന്ന വാക്ക് ഏതാണ്? ദർ. അപ്പൊ ഹൂ ഈസ് ദർ, അവിടെ ആരാണ്? ഹൂ ഈസ് ദർ. നിന്റെ ടീച്ചർ ആരാണ്? ഹൂ ഈസ് യുവർ ടീച്ചർ, ഹൂ ഈസ് യുവർ ടീച്ചർ. നീ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? താമസിക്കുക എന്നുള്ള വാക്ക് ഏതാണ്? സ്റ്റേ എന്നാണല്ലേ. അപ്പൊ അതിന്റെ ING, താമസിക്കുക എന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണല്ലോ. അപ്പൊ നമ്മള് അതിനകത്ത് ING ഒക്കെ ചേർത്ത് പറയും. ഹൂ ആർ യു സ്റ്റേയിങ് വിത്ത്, ഹൂ ആർ യു സ്റ്റേയിങ് വിത്ത്. അപ്പൊ നീ ആരുടെ കൂടെയാണ് പോകുന്നത് എന്നാകുമ്പോഴോ? ഹൂ ആർ യു ഗോയിങ് വിത്ത്. കണ്ട, താമസിക്കുന്നത് എന്നുള്ളത് സ്റ്റേ എന്നാണ്, പോകുക എന്നുള്ളത് ഗോ എന്നാണ്. അപ്പൊ നമ്മള് ഗോയിങ് ആക്കി അതിന്. ഹൂ ആർ യു ഗോയിങ് വിത്ത്. നീ ആരുടെ കൂടെയാണ് വരുന്നത്? ഹൂ ആർ യു കമ്മിങ് വിത്ത്, ഹൂ ആർ യു കമ്മിങ് വിത്ത്. ഇനി അടുത്തത് ആരാണ്? അപ്പൊ നമ്മളെ ലൈനായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പൊ അടുത്തത് ആരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഈസ് നെക്സ്റ്റ്, ഹൂ ഈസ് നെക്സ്റ്റ്. ആരാണ് വൈകുന്നത്? ആരാണ് വൈകുന്നത് എങ്ങനെ ചോദിക്കും? ഹൂ ഈസ് ലേറ്റ്, ഹൂ ഈസ് ലേറ്റ്. ആരാണ് വൈകുന്നത്? ഹൂ ഈസ് ലേറ്റ്. ആരാണ് നേരത്തെ വന്നത് അല്ലെങ്കിൽ ആരാണ് നേരത്തെ? വൈകുന്നതിന്റെ ഓപ്പോസിറ്റ്. ഹൂ ഈസ് ഏർലി, ഹൂ ഈസ് ഏർലി.
നേരത്തെ വന്നത്. ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ. ഹൂ ഈസ് ഏർലി. ആരാണ് വാതിൽ തുറന്നിട്ടത്? തുറന്നിടുക എന്നുള്ളതിന് നമ്മൾ ഓപ്പൺ എന്നല്ലേ പറയുന്നത്. അപ്പൊ പാസ്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ഓപ്പൺഡ് നിർക്കും. ഹൂ ഓപ്പൺഡ് ദ ഡോർ? ഹൂ ഓപ്പൺഡ് ദ ഡോർ? അല്ലെങ്കിൽ ആരാണ് വാതിലടച്ചത്? ഹൂ ക്ലോസ്ഡ് ദ ഡോർ? ഹൂ ക്ലോസ്ഡ് ദ ഡോർ? ഇനി ആരാണ് ലൈറ്റ് ഓഫ് ആക്കിയത് എങ്ങനെ ചോദിക്കും? ഹൂ സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്? ഹൂ സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്? ആരാണ് ഭക്ഷണം കഴിച്ചത്? ഹൂ എയ്റ്റ് ഫുഡ്? ഹൂ എയ്റ്റ് ഫുഡ്? അപ്പൊ ഇനി നമുക്ക് ആരുടെ എന്നുള്ള ആ ചോദ്യം എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആരുടെ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴേക്കും അതിന് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? നമുക്ക് ഒരു വ്യക്തിയുടെ എന്നുള്ള ഒരു ഉത്തരമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആരുടെ എന്ന് ചോദിക്കുന്നതിന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആ ക്വസ്റ്റ്യൻ വേർഡ് ഹൂസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഹൂസ്. ഹൂസ് എന്ന ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴേക്കും, അപ്പൊ ആരുടെയാണ് ഈ പുസ്തകം? ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഹൂസ് ബുക്ക് ഈസ് ദിസ്? അപ്പൊ നമുക്ക് ഹൂസ് എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ വേർഡ്, ആരുടെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ചേർത്തതിന് ശേഷം നമുക്ക് ഏതാണോ എന്താണോ ആരുമായിട്ട് ബിലോങ് ചെയ്തിരിക്കുന്നത് അതാണ് അടുത്തതെന്ന് ചേർക്കേണ്ടത്. അതായത് ബുക്ക് എന്ന് പറയുന്നതാണ് അതിനകത്തെ ആ ഒരു വസ്തു. ഹൂസ് ബുക്ക്? ഹൂസ് ബുക്ക്? ആരുടെ പുസ്തകം? ഹൂസ് ബുക്ക് ഈസ് ദിസ്? കണ്ടോ, ഈ ബുക്ക് ഒരെണ്ണം ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് എന്ന് പറയുന്ന ആ ഹെൽപ്പിംഗ് വെർബ് വാക്ക് അവിടെ ചേർത്തത്. അപ്പൊ ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇത്. ദിസ് എന്ന് വെച്ചാൽ ഇത്. അപ്പൊ ഇത് ആരുടെ പുസ്തകമാണ്? അടുത്തത് നമുക്ക് പ്ലൂറൽ ആണെങ്കിൽ, അതിൽ ഒന്നിലധികം സാധനങ്ങളാണെങ്കിൽ ഹൂസ് ബുക്സ് ആർ ദീസ് എന്ന് വരും. അതായത് ഹൂസ് എന്ന് പറയുന്ന പദം ക്വസ്റ്റ്യൻ വേർഡ്, ബുക്സ് ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ, പുസ്തകങ്ങൾ. അതിന് വരുന്ന ഹെൽപ്പിംഗ് വെർബ് ഇസ് മാറിയിട്ട് ആർ എന്നാവും. ഹൂസ് ബുക്സ് ആർ. ദിസ് എന്നുള്ളത് ദീസ് എന്നാവും. അപ്പൊ ഹൂസ് ബുക്സ് ആർ ദീസ്? ഓക്കെ, ഇത് ആരുടെ വീടാണ്? ഹൂസ് ഹൗസ് ഈസ് ദിസ്? ഇത് ആരുടെ കുടയാണ്? ഹൂസ് അംബ്രല ഈസ് ദിസ്? അത് ആരുടെ കൂട്ടുകാരനാണ്? ഹൂസ് ഫ്രണ്ട് ഈസ് ദാറ്റ്? അത് ആരുടെ വീടാണ്? ഹൂസ് ഹൗസ് ഈസ് ദാറ്റ്? നീ ആരുടെ മകളാണ്? ഹൂസ് ഡോട്ടർ ആർ യു? നീ ആരുടെ ഭാര്യയാണ്? ഹൂസ് വൈഫ് ആർ യു? നീ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? ഇൻ ഹൂസ് ഹൗസ് ആർ യു സ്റ്റേയിങ്? ഇൻ ഹൂസ് ഹൗസ് ആർ യു സ്റ്റേയിങ്? അതായത് ആരുടെ വീട്ടിൽ? വീട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇൻ എന്ന് ചേർത്തത്. ഇൻ ദ ഹൗസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇൻ. ഇൻ ഹൂസ് ഹൗസ് ആർ യു സ്റ്റേയിങ്? ഓക്കെ, കണ്ടല്ലോ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഹൂസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. നമുക്കിനി ഹു, ഹൂസ് ഈ രണ്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വിധം മനസ്സിലാക്കിയെന്നും വിചാരിക്കുന്നു. ഹൂ ആൻഡ് ഹൂസ്. അപ്പോൾ നന്നായിട്ട് ചോദിക്കുക. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നല്ല കൃത്യമായിട്ട് ഇതിനെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.